ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇന്നൊരു ഹെൽത്തി റാഗി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് 50 ഗ്രാം കാഷ്യൂ, 50 ഗ്രാം ബദം നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ട് കേടുവരാനുള്ള ചാൻസ് ഇല്ല. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തത്. പാല് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് കട്ടയില്ലാത്ത രീതിയിൽ പാലിലൊന്ന് മിക്സാക്കി എടുക്കണം. അതായത് ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു പിഞ്ച് ഏലക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈവിടാതെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈവിട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈവിടാണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് കുറുക്കി മാറ്റി വയ്ക്കണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതുപോലെ ഒന്ന് റാഗി ഒന്ന് കുറുക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. റാഗി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മില്ലറ്റ് തന്നെയാണ് കേട്ടോ. റാഗി വന്നിട്ട് നമുക്ക് കാൽഷ്യം, ഫൈബർ, മിനറൽ, പ്രോട്ടീൻ എല്ലാം എൻറിച്ച് ആയിട്ടുള്ള ഒരു മില്ലറ്റാണ് റാഗി. ഇത് നമുക്ക് കുട്ടികളുടെയൊക്കെ ഫുഡിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. നമുക്ക് പുട്ട് മിക്സിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ദോശമാവിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റാഗി നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെയും ഒരു റാഗി ഷേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ്. ഇനി ഞാനൊരു മിക്സി ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ആപ്പിളാണ് ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ആപ്പിൾ കൂടാണ്ട് ഡേറ്റ്സ് ചേർക്കാം. അതുപോലെ പഴം മൗറിസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. അതിനുശേഷം ഈ ആറിയ റാഗി മിക്സ് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബദാം, കാഷ്യൂ പൗഡർ 1 to 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പശുവും പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളം ഇതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആപ്പിളിന് പകരം ഈന്തപ്പഴം അല്ലെങ്കിൽ ബനാന, മൗറിസ് എല്ലാം ചേർത്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇതപ്പോൾ ടോപ്പിങ്ങിലേക്കായിട്ട് ഞാൻ ഈ പൊടിച്ച് വെച്ച ഈ ബദാം കാഷ്യൂവിൻ്റെ പൗഡർ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്കായിട്ട് ബിസ്മില്ല കുക്ക് വിത്ത് ലവ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.